സ്റ്റാർട്ട് ചെയ്യാതായിരുന്നു ശ്രദ്ധിക്കേണ്ടത്. ഇത്തെ ഹീറ്റ് കൊടുക്കുക, ഇങ്ങനെ ഇങ്ങനെ ഹീറ്റ് കൊടുത്തിട്ട് മാത്രമേ ഈ വണ്ടി എടുക്കുള്ളൂ. ഇത് കുട്ടി ഗിയർ ഫ്രണ്ടോട്ട് ഇങ്ങനെ, അത് കഴിഞ്ഞാൽ ഈ ഗിയർ അതിന്റെ സെക്കൻഡ് ഗിയർ താഴെ ഇടുമ്പോൾ വാലുമാക്രി, പെട്ടിജീപ്പ്, പിക്കപ്പ്, നായ്ക്കുറുക്കന്, അങ്ങനെ പല നാടുകളിൽ പല പേരിൽ അറിയപ്പെടുന്ന ഒരു വാഹനമാണ് മഹേന്ദ്രയുടെ ഈ ഒരു മോഡൽ വണ്ടി. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ വളരെ റയർ ആയിട്ടുള്ള കുറച്ച് വാഹനങ്ങളിൽപ്പെട്ട ഒരു വണ്ടിയാണ് ഇത്. മറ്റ് ജില്ലകളിലൊന്നും ഈ വണ്ടി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ കുറവായിരിക്കും. സുഹൃത്ത് ജോയ്സേട്ടന്റെ വണ്ടിയാണ്. അപ്പൊ ഈ വാഹനത്തിന്റെ വിശേഷങ്ങളാണ്. എന്റെ പേര് ജോയ്സ് എന്നാണ്. ഞാൻ ഇരാറ്റുപേട്ട പെരുന്തലം കരയാണ്. ഇതൊരു 5-6 വർഷമായിട്ട് ഈ വണ്ടി സ്വന്തമായിട്ട്. ഞാൻ അണക്കര കിണറ്റുകരയുടെ വണ്ടിയാണ്. അവർ അണക്കരയിലെ എസ്റ്റേറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, കട്ടപ്പന. അപ്പൊ അവിടുന്ന് ഞാൻ 5-6 വർഷം മുമ്പ് എടുത്തതാണ്. ഞാൻ ഈ തടിയുടെ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട്, തടി പറയുമ്പോൾ ഡ്രൈവറായിട്ട് വിൽപ്പന ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞ വണ്ടി എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പോൾ എടുത്താൽ നമുക്ക് കുഴപ്പമില്ല. വണ്ടി അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ടെസ്റ്റിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ അടുത്ത ടെസ്റ്റിങ്ങിന് സെപ്റ്റംബറിൽ ആവാൻ പോകും. പഴയ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞു, പുതിയ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ വണ്ടിയെ കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അത്യാവശ്യം തടി വലിക്കാനും അത്യാവശ്യം ചെറിയ ലോഡൊക്കെ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വരും. അപ്പം കിണറ്റുകരയുടെ ഇരുന്ന വണ്ടി ഇങ്ങനെ തടി ഓടുന്നതല്ല, എസ്റ്റേറ്റിൽ പണിക്കാരെ കൊണ്ട് പോകുന്ന വണ്ടിയായിരുന്നു. ആ മെയിൻ്റെനൻസ് ഇട്ടിരുന്നതാണല്ലോ ഉദ്ദേശിച്ചെടുത്താൽ കുഴപ്പമില്ല. നമുക്ക് പിന്നെ ചില മെയിൻ്റെനൻസ് പണിയൊക്കെ വന്നു, അതെല്ലാം ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകൊണ്ടിരിക്കും. മൈലേജ് പറയാനില്ല, അതിന് വെച്ചാൽ 4-5 മൈലേജ് നോക്കാറില്ല. വണ്ടി ഓടുന്ന അത്യാവശ്യം കാര്യങ്ങൾ നടക്കും. ഓയിൽ നോക്കുക, ഓയിൽ ചെക്ക് ചെയ്ത് ഓടുക. പിന്നെ കയറ്റം വരുമ്പോൾ ക്ലച്ച് താങ്ങി വണ്ടി ഓടിക്കാതിരിക്കുക. പഴയ വണ്ടി പുതിയ വണ്ടി ഓടിക്കുന്നവരെ ഓടിക്കരുത്. ഓടിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് താങ്ങിയാൽ ക്ലച്ച് വയസ്സ് പോകും, അത് പെട്ടെന്ന് പോയി പിന്നെ പൈസ ഒത്തിരിയാവും. അതൊക്കെ നോക്കി ഓടിക്കാന്നുള്ളൂ. പുതിയ വണ്ടി ഓടിക്കുന്നവരെ ഉപയോഗിക്കാതിരിക്കുക. പഴയ വണ്ടിയുടെ കണ്ടീഷൻ ഇവിടെ അത്യാവശ്യം വല്ല തടി എടുക്കാൻ വേണ്ടി മാത്രം. തടി ഇപ്പം അങ്ങോട്ടും കൂടി ആനയില്ലാത്തതുകൊണ്ട് നമ്മളൊന്ന് വലിച്ച് ശകലം മുന്നോട്ട് മാറ്റി വെക്കാനൊക്കെ ആയിട്ട്. വണ്ടിയെ കപ്പിയുണ്ട്, ഈ 10-3000 രൂപയുടെ കൂടി 2 കപ്പിയുണ്ട്. ആ കപ്പിയോട് കൊടുത്തിട്ട് കയറ് കെട്ടി ഞങ്ങൾ ഫ്രണ്ടിൽ കൊടുക്കും. ബമ്പറിന്റെ അടിയിലൊരു കുക്കുണ്ട്, ആ കുക്കേ കൊടുക്കും. അങ്ങനെ ചെറിയ കഷ്ണമൊക്കെ വലിച്ചെടുക്കാനൊക്കെ ആയിട്ട്. ലോഡ് കയറ്റാൻ അധികം കയറ്റാൻ പറ്റിയില്ല, കാരണം വണ്ടിക്ക് ബോഡി പെട്ടി കുറവാണ്. ഒരു 1.5 ടൺ 1.25 ടണ്ണിൽ കൂടുതൽ കയറ്റി കഴിഞ്ഞാൽ ഫ്രണ്ട് പോകുന്നൊരു പ്രശ്നമുണ്ട്, ബാക്കിലോട്ട് വെയിറ്റ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു ലോഡ് കയറ്റാൻ പരമാവധി ഇൻഷുറൻസ് 16,000 രൂപ എടുത്ത്, ടാക്സ് 3,500, 3750. ആ ടയറൊക്കെ സാധാരണ പിക്കപ്പിന്റെ 750 തന്നെയാണ്. പിന്നെ കല്ലൻ ടയറാണ് ഉപയോഗിക്കുന്നത്. ഈ റേഡിയലിനേക്കാൾ നല്ല കല്ലൻ ടയറായി, കുഴിക്കകത്തൊക്കെ കയറി കല്ലൻ ടയറാണ്. റേഡിയലിനേക്കാളും ഭേദം അതാന്ന് പറഞ്ഞു. ഡിസ്ക് മാറ്റി ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഡിസ്ക് അത് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് നന്നായിട്ട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം പെട്ടിയെല്ലാം പെയിന്റ് അടിച്ചു. അത് ആഞ്ജലിയുടെ കാതൽ തന്നെ ആയിട്ടിട്ട് പുറം ആംഗിളർ ഇട്ടിരിക്കാം. 4 ഇഞ്ചിന്റെ ആംഗിൾ അടിക്കുമ്പോൾ ആംഗിളറെ കൊള്ളുമ്പോൾ പൊട്ടുകയില്ല. വർഷം ടെസ്റ്റ് ചെയ്യുമ്പോൾ പെയിന്റ് ഒക്കെ ഒന്ന് അടിച്ച് പടുതല്ല എന്ന് മാറും. അതുകൊണ്ട് ആദ്യം ബൊലേറോ ഉണ്ടായിരുന്നു. ബൊലേറോ നമുക്ക് ഈ വണ്ടി പിടിക്കുന്നവരെ പിടിക്കില്ല, വലിച്ച് മാറിപ്പോകും. നേരത്തെ ഇരിക്കുന്ന കിടക്കുന്നിടത്ത് ഇരിക്കുകയാണ് വണ്ടി. ബൊലേറോ ഞാൻ കൊടുത്ത അവിടെ രാവൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആളോട് ഞാൻ 540 അത് മേടിച്ചിട്ട് ഞാൻ 1 വർഷം ഉപയോഗിച്ചു. അതിനുള്ള ഓട്ടോ നമുക്കില്ല. ഞാൻ അത് കൊടുത്തിട്ട് ഈ വണ്ടി കുറഞ്ഞ വണ്ടി മതി. എന്റെ അഭിപ്രായത്തില് ഇപ്പൊ നമ്മള് ഓരോ മനുഷ്യരായിട്ട് ഇടപെടുന്നവരാണ്. ഇപ്പം നല്ല ഇടപെടലാണെങ്കിൽ ഓട്ടം ഫോണിൽ കൂടെ വരും, കളത്തിൽ കിടക്കേണ്ട കാര്യം. പിന്നെ എല്ലാവർക്കും തന്നെ ഓടാനുള്ള ഓട്ടം. അതുപോലെ ആദ്യ കാലത്ത് ആപ്പ എടുത്ത് ഓടി പോലെ തന്നെ ഇപ്പൊ പിക്കപ്പ് അതുപോലെ ആയി. പ്രധാനം വരുന്നവർ ഇപ്പൊ പിക്കപ്പ് എടുക്കും, ആപ്പ് എടുക്കും. എല്ലാവരും പിക്കപ്പ് എടുത്ത് ഓടുക. അപ്പം ആ പിക്കപ്പ് എടുത്ത് ഓടുന്നത് ഓരോരുത്തരുടെ ഇടപെടിയിൽ പോലെ അവർക്ക് ആ ഓട്ടം കിട്ടും. തടി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നപ്പോൾ തടി കയറ്റാൻ പോയിട്ട് അവിടെ ശാലം 1 വർഷത്തെ പിടിക്കാനും വലിക്കാനും കൂടുന്നവരാണെങ്കിൽ അവനെ അടുത്ത്, അല്ല നമ്മൾ മാറിയത് കൈ കെട്ടിങ്ങനെ നിൽക്കുന്നവരാണ് അവനെ അടുത്ത് അപ്പിറ്റ് വിളിക്കുക. 1 വർഷം പൊക്കിയൊന്ന് വിടാനോ അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത്. അത് അങ്ങനെ നോക്കിയേ വിളിക്കുള്ളൂ. അവനെ വിളിച്ചാൽ ഇതുപോലെ അതുപോലെ ആപ്പ് ഇറങ്ങിയ പോലെ പിക്കപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒത്തിരി പിക്കപ്പ് ഈ സെൻസർ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഈ വണ്ടി എന്ന് പറഞ്ഞാലേ ഈ പുതിയ വണ്ടിയായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം വെച്ചാൽ അതിന്റെ ക്ലച്ചും ബ്രേക്കും ഒക്കെ ഭയങ്കര കട്ടിയാണ്. വീട്ടിൽ എവിടെയൊക്കെ ചിലപ്പോൾ ബ്രേക്ക് കിട്ടും. മറ്റേ വണ്ടി നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാം കൈകാര്യം ചെയ്യും. സ്റ്റിയറിംഗ് അതുപോലെയാണ്. മറ്റേ വണ്ടി ഒന്നും ഇരിക്കേണ്ട ഒരു 4 പ്രാവശ്യം. പക്ഷേ മറ്റേ വണ്ടി പണിയെടുക്കുന്നേക്കാൾ കൂടുതൽ പണിയെടുക്കും. മറ്റേ വണ്ടി എന്ന് പറഞ്ഞാൽ ബോഡി വെയിറ്റ് കുറവാണെന്നാണ് എന്റെ വിശ്വാസം. വലിച്ചു മാറിപ്പോയി. ഞാൻ ആ വണ്ടി ഉപയോഗിച്ചു. അങ്ങനെ ഈ വണ്ടി ഒരിടത്ത് ഇട്ടാൽ അവിടെ നിന്ന് വലിച്ചു മാറി എന്ന് പറഞ്ഞാൽ ആന പിടിക്കും. അത് പിടിക്കാൻ പറ്റിയല്ലെങ്കിൽ മാത്രമേ ഞങ്ങളത് ഒഴിവാക്കി. കാരണം കപ്പി കെട്ടിക്കൊടുത്താൽ ഏത് മരവും ഉള്ള മെയിൻ്റെനൻസ് പണി ചെയ്യുന്ന മജു എന്ന് പറഞ്ഞ നമ്മുടെ ചെമ്മനാട്ടത്തുള്ളൊരു വർക്ക്ഷോപ്പുകാരനാണ്, നമ്മുടെ കുട്ടങ്കവലയിൽ. ആ പുള്ളി പഴയ ജീപ്പ് പണിക്കാരനാണ്. പുള്ളി വിളിച്ചാൽ നമ്മൾ വഴി വന്ന് വേണമെങ്കിലും പണി, അല്ലെങ്കിൽ അവിടെ കൊണ്ട പണി. ക്ലച്ച് കംപ്ലൈന്റ് ഒന്നുമില്ല. ക്ലച്ച് താങ്ങി ഓടിക്കരുത്, ഓടിച്ചാൽ ക്ലച്ച്. ഈ ബോഡി പണിതതിന് നല്ല പൈസ ആയി. പലകെ മാറി, ആംഗിളർ മാറി, ബാറ്ററി ടയർ എല്ലാം മാറി. എനിക്ക് 2.5 രൂപയുടെ മുകളിൽ മുടക്കായി വണ്ടി ടെസ്റ്റ് ചെയ്ത് ഇറങ്ങിയപ്പോൾ, പേപ്പർ സഹിതം. പണിതതിന് നല്ലതോ പൈസ ആയി. സീറ്റ് മാറി കൊടുത്താൽ നമുക്ക് ഈ പൈസ കിട്ടുമല്ലോ. എങ്ങനെ കൊടുത്താലും 2 രൂപയ്ക്കുള്ളിൽ എനിക്ക് ഉപയോഗം നടക്കില്ല. അപ്പൊ എനിക്ക് ഈ പൈസ മുടക്കുന്നത് കിട്ടാത്തതുകൊണ്ട് ഞാൻ കൊടുക്കാതെ ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാറായി, അത് ടെസ്റ്റ് ചെയ്തെടുക്കാന്ന് മാത്രം. അല്ലാതെ കൊടുത്ത് ഇത് നമുക്ക് ലാഭം എടുക്കാൻ പറ്റില്ല, മുതൽ പോലും കിട്ടും. ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. പരമാവധി വണ്ടി നനയാതെ കെട്ടിരിക്കുക. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഓട്ടോ ഉള്ളപ്പോൾ എടുക്കും. നമുക്കൊരു വണ്ടി വിളിച്ച് ഓട്ടോ ഒന്നും അത്ര റയറായിട്ട് നടക്കില്ല. സമയത്ത് ആ വണ്ടി എത്തുകയില്ല. നമ്മളിപ്പം ഒരു വണ്ടി വിളിച്ചു 9 മണിക്ക് വരാന്ന് പറയും, 11 മണിക്കാണ്. അപ്പൊ നമ്മൾ യൂണിയൻകാരെയൊക്കെ വിളിച്ചു വെച്ചിരുത്തിയിട്ട് അവര് വായിരിക്കും ചീത്ത കേൾക്കുന്നത്. അതുകൊണ്ട് അത് ഉദ്ദേശിച്ച് തന്നെയാണ് വണ്ടി വേണം, സ്വന്തമായിട്ട് വണ്ടി വേണം, കച്ചവടക്കാർക്ക് വണ്ടി വേണം.
ഞാൻ 22 കൊല്ലമായിട്ട് ഈ തടി കച്ചവടം ചെയ്തിരിക്കുന്നു. 22 കൊല്ലമായിട്ട് കച്ചവടം ചെയ്യുന്നു. കമ്പനിക്കാരൊന്നും ഇല്ല, ഒറ്റയ്ക്ക് ചെയ്തിരിക്കും. ഈ ഓവർ കച്ചവടമൊന്നും ഇല്ല. ഇവിടെ എല്ലാവരും മരം തരുന്നവർ തന്നെ റൊട്ടേഷൻ ആയിട്ട് വരുമ്പോൾ തരും. അപ്പോൾ ഞാൻ 5 കിലോമീറ്റർ എൻ്റെ വണ്ടി കിടക്കുന്ന സ്ഥലത്തുള്ള മുതലാളിമാർ അവരൊക്കെ നമ്മളായിട്ട് താല്പര്യപ്പെട്ടു. നമ്മൾ അവർ കൃത്യമായിട്ട് ചെയ്യും കാര്യങ്ങൾ. അവർ പറയുന്ന പോലെ ചെയ്യും. അതുകൊണ്ട് അവർക്ക് പിന്നെ പിന്നെ തടി വരുമ്പോൾ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ട് വേറെ കൊടുക്കും. നമുക്ക് വേണ്ട എങ്കിൽ മാത്രമേ കൊടുക്കൂ. ഞാൻ അങ്ങനെ കച്ചവടം ചെയ്യും. 5 കിലോമീറ്റർ ചുറ്റും തടി വരാറുണ്ട്. ഞാൻ പോയി നോക്കാറുണ്ട്. കോട്ടയം ജില്ലയിൽ ഒരു വണ്ടി പൈകയിലുണ്ട് ഒരു വണ്ടി, അത് വിൽപ്പന കിട്ടും. പൈകയിൽ ഒരു വണ്ടി ഓടുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാതായിരുന്നു ശ്രദ്ധിക്കേണ്ടത്. ഇത് ഹീറ്റ് കൊടുക്കുക. ഇങ്ങനെ ഹീറ്റ് കൊടുത്തിട്ട് മാത്രമേ ഈ വണ്ടി എടുക്കുള്ളൂ. 2 മിനിറ്റ് ഹീറ്റ് കൊടുത്തിട്ട് അത് എടുത്താലേ സെൽഫ് അടിക്കും. എന്നിട്ട് ഈ ഇതിലോട്ട് സ്റ്റാർട്ടിങ്. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഗിയർ. പിന്നെ ഇതിന്റെ ഈ ഫ്രണ്ട് ഇടുന്ന കുട്ടി ഗിയർ ഫ്രണ്ടോട്ട് ഇടുക. ഇങ്ങനെ ഫ്രണ്ടോട്ട് ഇടുക. ഇത് പുറകോട്ട് പോയി എന്നാലേ ഇത് ഫ്രണ്ട് ഇടും. ഇത് കുട്ടി ഗിയർ ഫ്രണ്ടോട്ട് ഇങ്ങനെ. അത് കഴിഞ്ഞാൽ ഈ ഗിയർ അതിന്റെ സെക്കൻഡ് ഗിയർ താഴെ ഇടുമ്പോൾ ഫ്രണ്ടായി. അന്നേരം ഫ്രണ്ട് ഇട്ടിട്ട് ഫസ്റ്റ് ഇട്ട് കയറി പോവുക. ഇനിയിപ്പോൾ അതെല്ലാം മോഷനാണെങ്കിൽ ഒരെണ്ണം മാത്രം ഇടുക. ഇത് അത്ര അങ്ങ് വരെ പോകണ്ട. ഇത് മോഷൻ ചെറിയ ലോഡ് വലിക്കുക. അങ്ങനെ ഇടുവലിക്കുക. പിന്നെ ഇത് സീറ്റ് ബെൽറ്റിന്റെ ഇതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് വെച്ച് ബ്രേക്ക് ഇച്ചിരി കട്ടി കൊള്ളണമെന്നേ ഉള്ളൂ. പുതിയതായിട്ട് വരുന്നവർക്ക് ഈ ഹീറ്റ് കൊടുക്കുന്ന സംഭവം അറിയത്തില്ല. വരുമ്പോഴേ അവർ ഈ സ്റ്റാർട്ട് നിൽക്കുമ്പോൾ വാറ്റ് ഡൗൺ ആയി പിന്നെ വണ്ടി എടുക്കില്ല. വരുമ്പോഴേ ഹീറ്റ് 2 മിനിറ്റ് കൊടുത്തതിന് ശേഷം എടുക്കും. പിന്നെ അന്നത്തെ ദിവസം പിന്നെ വേണ്ട. ഒറ്റ രാവിലെ ഒറ്റ ഹീറ്റ് കൊടുത്താൽ മതി. പിന്നെ അത് ഹീറ്റ് തൊടുക വേണം. ഇത് ഹെഡ്ലൈറ്റിന്റെ ഇത് മാർക്ക്, ഇത് റിവേഴ്സ് ലൈറ്റ്, ഇത് വൈപ്പറിന്റെ. ഡീസൽ ടാങ്ക് ഗ്യാസ് ഇല്ല. ഇത് ഡീസൽ ടാങ്കാണ്. ഇത് 10 ലിറ്റർ ഡീസൽ കയറുള്ളൂ.